ഒടുവിൽ കളത്തിലിറങ്ങി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നതാണ് വാർത്ത. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പാർലമെന്റ് മാർച്ച് തുടർച്ചയായി 2ാം ദിവസവും പൊളിഞ്ഞ സാഹചര്യത്തിലാണ് രാഹുലിന്റെ രംഗപ്രവേശം. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ രാഹുലിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി എത്തിയ നേതാക്കളെ പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിൽ എടുത്തു നീക്കി. വാർത്തയിലേക്ക്. പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ നേതൃത്വത്തിലാണ് എംപിമാരും കോൺഗ്രസ് നേതാക്കളും പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സമരവുമായി എത്തിയത്. ഡൽഹി പോലീസ് എംപിമാരടക്കമുള്ള കുറച്ച് നേതാക്കളെ പ്രതിഷേധം ആരംഭിച്ചപ്പോൾ തന്നെ ബലം പ്രയോഗിച്ച് നീക്കി. പിന്നാലെ കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ, കർണാടക മുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ എന്നിവരും പ്രതിഷേധത്തിനെത്തി. പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗും ഉന്നത ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പ്രതിപക്ഷ നേതാവുമായി ചർച്ച നടത്തിയെങ്കിലും സമരത്തിൽ നിന്ന് പിന്മാറാൻ അവർ തയ്യാറായില്ല. പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധം തുടർന്നു. എംപിമാരും നേതാക്കളുമൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി എന്ന ആവശ്യത്തിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ രാജി എന്നതിലേക്ക് എത്തുന്ന കാഴ്ചയും കോൺഗ്രസ് പ്രതിഷേധത്തിൽ കാണാൻ കഴിഞ്ഞു. നാടകീയ പ്രതിഷേധം ഇങ്ങനെ തുടരുന്നതിനിടെ ഡൽഹി പോലീസും ദ്രുതകർമ്മസേനയും നടപടികളിലേക്ക് കടന്നു. എംപിമാരും നേതാക്കളും അടക്കമുള്ളവരെ കസ്റ്റഡിയിലെടുത്ത് അതീവ സുരക്ഷാ മേഖല ഒഴിപ്പിച്ചു. പോലീസ് വാഹനത്തിനുള്ളിലേക്ക് കയറാൻ കൂട്ടാക്കാതെ വയനാട് എംപി പ്രിയങ്ക വാഹനത്തിന്റെ വാതിലിൽ നിലയുറപ്പിച്ചത് നാടകീയ രംഗങ്ങൾക്ക് കാരണമായി. പാറ്റക്കൂട്ടത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ മുന്നിലേക്കിറങ്ങുന്ന കാഴ്ച തന്നെയാണ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കണ്ടത്. ഡൽഹി പോലീസ് അവരെയും നീക്കം ചെയ്തിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നിന്ന് ക്യാമറാമാൻ അമൽ വടകരയ്ക്കൊപ്പം ആദർശ് GS ജനം.